Dear children, welcome to our maths class. Complex numbers in the conjugate, modulus, multiplicative inverse തുടങ്ങിയവ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണല്ലോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. If z equal to a plus ib, we have seen that conjugate of z is equal to z bar equal to a minus ib. What about modulus of z? Okay, modulus of z is equal to root of a square plus b square. Then multiplicative inverse of z equal to 1 by z equal to z bar divided by modulus z square. Today we shall discuss the polar representation of a complex number and solution of quadratic equations. Let us discuss polar representation of a complex number. Before that, you have to consider Argand plane. The complex number z equal to x plus iy corresponds to the ordered pair xy can be represented geometrically as the unique point p ordered pair xy in the xy plane. ഏതൊരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ എന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഓർഡിഡ് പെയർ എക്സ് വൈ ഫോമിൽ ഒരു പോയിന്റ് ആയിട്ട് എക്സ് വൈ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടും ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് ഒരു പോയിന്റിനെ നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിലും എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ കോംപ്ലക്സ് നമ്പേഴ്സ് 2 + 4i. നമുക്കറിയാം ഇതിൻ്റെ റിയൽ പാർട്ട് 2 ആണ്, ഇമാജിനറി പാർട്ട് 4ഉമാണ്. ദെൻ ദ കറസ്പോണ്ടിങ് പോയിന്റ് ഈസ് ഓർഡിഡ് പെയർ 2, 4. നമുക്കതിനെ എക്സ് വൈ പ്ലെയിനിൽ ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് വാല്യൂ 2ഉം കറസ്പോണ്ടിങ് ആയിട്ട് വൈ വാല്യൂ 4ഉം വരുന്ന പോയിൻ്റാണ്. ഇതാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. Now another complex number -2 + 3i. The corresponding point is ordered pair -2, 3 because real part -2 and imaginary part 3. അപ്പോൾ ഈ പോയിന്റിനെ എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്താൽ എക്സ് വാല്യൂ -2ന് കറസ്പോണ്ടിങ് ആയി വൈ വാല്യൂ 3ക്ക് കറസ്പോണ്ടിങ് ആയി വരുന്ന പോയിന്റ്. ആ പോയിന്റാണ് നമുക്കിവിടെ ബി എന്ന പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. Now another complex number 0 + 1i. In this complex number the real part is 0 and imaginary part is 1. Therefore the corresponding point is ordered pair 0, 1. എക്സ് വാല്യൂ 0 ആണ്, കറസ്പോണ്ടിങ് വൈ വാല്യൂ 1. നമുക്ക് ഇവിടെയാണ് ആ പോയിന്റ് കിട്ടുന്നത്. സി എന്ന് പറയുന്ന പോയിന്റാണ്. ഇതുപോലെ ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും കറസ്പോണ്ടിങ് പോയിന്റായി നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, ദ പ്ലെയിൻ ഹാവിംഗ് എ കോംപ്ലക്സ് നമ്പർ അസൈൻഡ് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ് ഈസ് കോൾഡ് ദ കോംപ്ലക്സ് പ്ലെയിൻ ഓർ ദ അർഗൻ പ്ലെയിൻ. കോംപ്ലക്സ് നമ്പേഴ്സിനെ കറസ്പോണ്ടിങ് പോയിന്റുകളായി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന പ്ലെയിനെയാണ് കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ അർഗൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് ഇമാജിനറി പാർട്ട് 0, ദാറ്റ് ഈസ് ഓഫ് ദ ഫോം a + i0. നമുക്കറിയാം i0, i × 0 ഈസ് 0, a + 0 എന്ന് പറയുന്നത് a തന്നെയാണ്. a റിയൽ നമ്പറാണ്. അപ്പോൾ അവിടെ നമുക്കൊരു റിയൽ നമ്പർ മാത്രമായി ആ കോംപ്ലക്സ് നമ്പർ വരുന്നുണ്ട്. ഇങ്ങനെ ഇമാജിനറി പാർട്ട് 0 ആയിട്ട് വരുന്ന കോംപ്ലക്സ് നമ്പറുകൾ ലൈ ഓൺ ദി എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ നമ്മളതിനെ പോയിന്റ് ഓർഡിഡ് പെയർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ ഓർഡിഡ് പെയർ A0 എന്ന് വരും. നമുക്കറിയാം വൈ കോർഡിനേറ്റ് 0 ആയി വരുന്ന പോയിന്റുകളെല്ലാം എക്സ് ആക്സിസിലാണ് ലൈൻ ചെയ്യുന്നത്. സോ we call the x-axis as the real axis.
അതുകൊണ്ട് അരഗൻ പ്ലെയിനിൽ എക്സ് ആക്സിസ് നമ്മൾ പറയുന്നത് റിയൽ ആക്സിസ് എന്നാണ്. സിമിലർലി പ്യുവർലി ഇമാജിനറി നമ്പേഴ്സ്, പ്യുവർലി ഇമാജിനറി ആയിട്ടുള്ള നമ്പേഴ്സിൽ നമുക്കറിയാം അതിൻ്റെ റിയൽ പാർട്ട് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഓഫ് ദ ഫോം 0 പ്ലസ് IB will lie on the y-axis, which is the point corresponding to this complex number 0 plus IB. Yes, that is orbit pair 0B ആണ്. x കോർഡിനേറ്റ് 0 ആയിട്ട് വരുന്നു. x കോർഡിനേറ്റ് 0 ആയി വരുന്ന എല്ലാ പോയിന്റുകളും y-ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. Therefore, we call the y-axis as the imaginary axis. അരഗൻ പ്ലെയിനിൽ x ആക്സിസിന് റിയൽ ആക്സിസ് എന്നും y-ആക്സിസിന് ഇമാജിനറി ആക്സിസ് എന്നുമാണ് വിളിക്കുന്നത്. The representation of a complex number z equal to x plus iy and its conjugate z bar equal to x minus iy in the Aragon plane are respectively the points p orbit pair xy and q orbit pair x minus y. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു എക്സ് പ്ലസ് IY, അതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് ഓർഡിറ്റ് പെയർ XY എന്നാണ്. ലെറ്റ് us denote it as P. And the conjugate of z is z bar, that is x minus IY. And the corresponding point is orbit pair x minus y. Let us name this point as Q. ഇനി ഈ പോയിന്റുകളെ നമുക്ക് ജോമെട്രിക് ആയിട്ട് ഒരു അരഗൻ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്താൽ, let us suppose that this is the point P orbit pair x y. അപ്പോൾ എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഒരു പോയിൻ്റാണ് നമുക്കവിടെ P എന്ന് പറയുന്ന പോയിന്റ്. നൗ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, വൈ കോർഡിനേറ്റ് മൈനസ് ആണ്, മൈനസ് വൈ ആണ്. അപ്പോൾ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആണെങ്കിൽ അത് ലൈ ചെയ്യുന്ന ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂ എന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ പി എന്ന പോയിന്റിൻ്റെ മിറർ ഇമേജ് ആയിട്ടാണ് ക്യൂ എന്ന പോയിന്റ് കിട്ടിയിരിക്കുന്നത്. എക്സ് ആക്സിസ് നമുക്കൊരു മിററായിട്ട് കൺസിഡർ ചെയ്താൽ പി എന്ന പോയിന്റിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ക്യൂ എന്ന് പറയുന്നത്. ജോമെട്രിക്കലി ദ പോയിന്റ് ഓർഡിറ്റ് പെയർ എക്സ് മൈനസ് വൈ ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദി പോയിന്റ് ഓർഡിറ്റ് പെയർ എക്സ് വൈ on the real axis. Okay. Now let us consider polar representation. Now let us consider the point P represent the non-zero complex number z equal to or x plus iy. നമുക്കറിയാം corresponding point P എന്ന് പറയുന്ന orbit pair xy ആണ്. Let us suppose that this is P orbit pair xy, അല്ലെങ്കിൽ P of z എന്ന് എഴുതാം. Now OP എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് P ഫ്രം ദ ഒറിജിൻ ആണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് Z. ലെറ്റ് us denote it as R. അപ്പോൾ മോഡുലസ് Z is equal to R. Let theta be the angle which OP makes it the positive direction of the x-axis. തീറ്റ എന്ന് പറയുന്നത് OP x-axisമായിട്ട് മേക്ക് ചെയ്യുന്ന, x-axisന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. Then the ordered pair of real numbers R theta, ordered pair R theta is called the polar coordinates of the point P and origin as the pole. മോഡുലസ് Z ആണ് R എന്ന് പറയുന്നത്. തീറ്റ എന്നത് OP x-ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഓർഡിറ്റ് പെയർ R തീറ്റനെ പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് P എന്നാണ് പറയുന്നത്. Now let us consider the figure. If you draw a perpendicular from P to the x-axis, let it meet at the point. ഇവിടെ നമുക്കൊരു പോയിന്റ് A എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ PA എന്ന് പറയുന്നത് x-axisന് പെർപെൻഡിക്കുലർ ആണ്. Therefore ആംഗിൾ OAP 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ OAP എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് OP ആണ്. അതായത് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആണ് OP എന്ന് പറയുന്നത്. Now from this we can find sin theta. Sin theta is equal to opposite side by hypotenuse ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് PA ആണ്.
വാട്ട് അബൌട്ട് പി എ? പി എ ഈസ് ദി വൈ കോർഡിനേറ്റ് ഓഫ് പി ആണ്. പിയുടെ വൈ കോർഡിനേറ്റ് നമുക്കറിയാം വൈ ആണ്. അപ്പോൾ പി എ എന്ന് പറയുന്നത് വൈ ആണ്. ഹൈപ്പോട്ന്യൂസ് ഒ പി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ഡിവൈഡ് ബൈ ആർ എന്ന് വരും. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. Similarly, we can find cos theta from the right angle triangle. Cos theta is adjacent side by hypotenuse. എന്താണ് adjacent side? OA എന്നതാണ് adjacent side. Pയിൽ നിന്ന് ഡ്രോ ചെയ്തിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ് PA. അപ്പോൾ OA എന്നത് Pയുടെ എക്സ് കോർഡിനേറ്റ് ആണ്. വാട്ട് അബൌട്ട് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് P? അത് എക്സ് ആണെന്ന് നമുക്കറിയാം. Therefore, x divided by OP, that is x by r എന്ന് വരും. cos theta equal to x by r ആണ്. Therefore, x equal to r cos theta. So, we have x equal to r cos theta and y equal to r sin theta. Therefore, z equal to, z എന്നത് x plus iy ആണ്. Substituting here, we have r cos theta plus I r sin theta. In that, r is a common factor. So, we can take that outside. Therefore, z is equal to r into, in bracket, cos theta plus I sin theta. This representation is called the polar form of the complex number, where r is equal to root of x square plus y square. അതായത് modulus of z. zx plus iy ആണെങ്കിൽ അതിൻ്റെ modulus of z എന്ന് പറയുന്നത് root of x square plus y square ആണ്. And theta is called the argument. തീറ്റയെ ആർഗ്യുമെന്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്നും പറയും. You have to remember the formula. If z equal to x plus iy, the polar form of the complex number z is equal to r into, inside the bracket, cos theta plus I sin theta, where r equal to root of x square plus y square, and theta കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. cos theta is equal to x by r and sin theta is equal to y by r. Remember the formula. അതുപോലെ ആർഗ്യുമെന്റ് ഓഫ് z, അതിനെ ആംപ്ലിറ്റ്യൂഡ് എന്നും പറയും. ആൻഡ് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർഗ്യുമെന്റ് ഓഫ് z, ARG ഓഫ് z. ആർഗ്യുമെന്റ് ഓഫ് z എന്നാണ് റീഡ് ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് തീറ്റ, അതായത് ആർഗ്യുമെന്റിന്റെ വാല്യൂ, such that minus pi less than theta less than or equal to pi, called the principal argument of z. മൈനസ് പൈക്കും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന, ഇൻക്ലൂഡിങ് പൈ, തീറ്റയുടെ വാല്യൂവിന് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്നാണ് പറയുന്നത്. ഇനി പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മൈനസ് പൈക്കും ബിറ്റ്വീൻ ആയിട്ട് തീറ്റ ലൈ ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ, നമുക്കറിയാം 0 to pi എന്നുള്ള റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്കറിയാം 0 to 90 ഡിഗ്രിയും, അല്ലെങ്കിൽ 0 to π/2 വരെയും, സെക്കൻഡ് ക്വാഡ്രന്റ് π/2 to π വരെയാണ്. അപ്പോൾ 0 to π എന്നുള്ള റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും കൂടി കൂടിയതാണ്. ദെൻ -π to 0, -π to 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് റേ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൺസിഡർ ചെയ്താൽ മതി, നെഗറ്റീവ് ആംഗിൾ കിട്ടുന്നതിന്. അപ്പോൾ 0 നമുക്ക് OX വരുന്ന ആംഗിളായിട്ട് കൺസിഡർ ചെയ്യാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് -πയിലേക്ക് എത്തണമെങ്കിൽ OX' എത്തണം. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റുമാണ് -π to 0 ആയിട്ട് വരുന്ന റീജിയൻ. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ തീറ്റ, ഇതാണ് ആംഗിൾ വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ ഇത്രയും റൊട്ടേഷനാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ കിട്ടണമെങ്കിൽ π മൈനസ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, ദെൻ ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ എന്നുള്ളത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ആയിട്ട് വാല്യൂ കൺസിഡർ ചെയ്യും. ദെൻ തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ ഇത്രയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്ത് OX' എത്തുമ്പോഴേക്കും -π ആയിട്ടുണ്ട്. അപ്പോൾ
ഓരോ ക്വാഡ്രന്റിലും ആംഗിൾ കൺസിഡർ ചെയ്യുന്നത്. ക്വാഡ്രൻസ് ഇൻ വിച്ച് പി ലൈസ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണ് എങ്കിൽ ആർഗ്യുമെന്റ് ഇസഡ്, അത് നമ്മൾ തീറ്റ എന്നാണ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിളിനെ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ആൽഫ, നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണോ അതങ്ങനെ തന്നെ കൺസിഡർ ചെയ്യാം. നൗ ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ കൺസിഡർ ചെയ്തിട്ട് പൈ മൈനസ് ആൽഫ എന്നെടുത്താൽ മതി. ഓക്കെ. തേർഡ് ക്വാഡ്രന്റിലാണ് പോയിന്റ് വരുന്നതെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അത് ആൽഫ. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ കിട്ടുവാനായിട്ട് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ആൽഫ മൈനസ് പൈ എന്ന് കൺസിഡർ ചെയ്യുക. ദെൻ ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് മൈനസ് ആൽഫ എന്നെടുത്താൽ മതി. ടു റിമെമ്പർ ദിസ് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് ഇൻ 4 quadrants. Now polar representation of a complex number. Problems നമുക്ക് കൺസിഡർ ചെയ്യാം. Example 1. Represent the complex number 1 plus I root 3 in the polar form. Very important question. എല്ലാ പബ്ലിക് എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് പോളാർ ഫോമിൽ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുവാൻ വരാറുള്ളതാണ്. അപ്പോൾ പോളാർ ഫോം എന്ന ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. വി ഹാവ് ദ ഫോർമുല Z is equal to R into in bracket cos theta plus I sin theta. Now we have X. Comparing Z with the X plus Iy, we have X is equal to 1 and Y is equal to root 3. And we know that X is equal to R cos theta and Y is equal to R sin theta. Therefore, 1 is equal to R cos theta, root 3 is equal to R sin theta. Squaring and adding. Then square ചെയ്ത് add ചെയ്യാം. Therefore, R square into cos square theta plus sin square theta equal to 1 square plus root 3 square equal to 1 plus 3, that is equal to 4. That implies R is equal to root of 4 equal to 2. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മോഡുലസ് ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. മോഡുലസ് R is equal to മോഡുലസ് ഇസഡ് equal to root of x square plus y square. X എന്ന് പറയുന്നത് 1, y എന്ന് പറയുന്നത് റൂട്ട് 3. അപ്പോൾ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് 4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ആർഗ്യുമെന്റ് തീറ്റ. ഫോർ ദാറ്റ് വി ഹാവ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ആർ. എക്സ് എന്നത് 1 ഡിവൈഡ് ബൈ 2 ആൻഡ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു റൂട്ട് 3 ഡിവൈഡ് ബൈ 2. കോസ് തീറ്റയുടെ വാല്യൂ 1/2ഉം സൈൻ തീറ്റയുടെ വാല്യൂ റൂട്ട് 3/2 വാല്യൂ വരണം. അപ്പോൾ ഇവിടെ കോസ് തീറ്റയും പോസിറ്റീവ് ആണ്, സൈൻ തീറ്റയും പോസിറ്റീവ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സൈനും കോസും പോസിറ്റീവ് ആയിട്ട് വരുന്ന ക്വാഡ്രന്റ് ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അപ്പോൾ നമുക്കിവിടെ ആർഗ്യുമെന്റ് കിട്ടേണ്ടതും ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ്. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് കോസിന് 1/2 വാല്യൂവും സൈനിന് റൂട്ട് 3/2 വാല്യൂ വരുന്ന ആംഗിൾ. അത് നമുക്കറിയാം 60 ഡിഗ്രി ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു π/3. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ആർഗ്യുമെന്റ് വരുന്നത്. അപ്പോൾ ആൽഫ എന്ന് തന്നെ കൺസിഡർ ചെയ്താൽ മതി. തീറ്റ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു π/3. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഇൻ ദ പോളാർ ഫോം. പോളാർ ഫോം Z ഈസ് ഈക്വൽ ടു R എന്ന് പറയുന്നത് 2 ഇൻറ്റു കോസ് ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ വി ഹാവ് ടു റൈറ്റ് π/3 പ്ലസ് I സൈൻ π/3. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പർ കിട്ടുമ്പോൾ തന്നെ അത് പോയിന്റ് ഏത് ക്വാഡ്രന്റിൽ വരുന്നു എന്നും ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ്. കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഓഡ് പെയർ 1√3 ആണ്. അപ്പോൾ എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ് വരണമെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കണം. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾ 2. Convert the complex number -16 divided by 1 plus root 3 I root 3 into polar form. കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ
പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇതിപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഫോമിലല്ല, പി ബൈ ക്യു ഫോമിലാണ് വന്നിരിക്കുന്നത്. സോ in order to convert into a plus ib form, we have to multiply this complex number with the conjugate of the complex number in the denominator. Multiply and divide with the conjugate of the complex number in the denominator. 1 plus I root 3 യുടെ conjugate എന്താണ്? Yes, 1 minus I root 3. അപ്പോൾ minus 16 divided by 1 plus I root 3 is equal to minus 16 divided by 1 plus I root 3 into 1 minus I root 3 divided by 1 minus I root 3. Now simplify. Minus 16 into 1 minus I root 3 divided by denominator is of the form a plus b into a minus b. That is a square minus b square. A എന്ന് പറയുന്നത് 1 square, that is 1 minus I root 3 whole square equal to minus 16 into 1 minus I root 3 divided by 1, then I root 3 the square, that is I square into root 3 square, I square minus 1, root 3 the square 3. അപ്പോൾ minus 3 എന്ന് വരും. Minus of minus 3 plus 3, that is 4. ആ 4ഉം ന്യൂമറേറ്ററിലെ 16ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ minus 4 into 1 minus I root 3. Now expand the bracket. Minus 4 into 1 minus 4 plus minus 4 into minus of I root 3. Minus of minus a plus into I 4 root 3. Now this is of the form x plus I y. X equal to minus 4, y equal to 4 root 3. And we know that x equal to r cos theta. Therefore minus 4 equal to r cos theta and y equal to r sin theta, that is 4 root 3 equal to r sin theta. Now squaring and adding these two equations, we get minus 4 square, that is 16, plus 4 root 3 square, 16 into 3, that is 48, plus equal to r square cos square theta plus r square sin square theta, that is r square into cos square theta plus sin square theta. Cos square theta plus sin square theta 1 ആണ്. അപ്പോൾ r square into 1 r square. 16 plus 48 64. R square equal to 64. അപ്പോൾ r equal to 8. Or use the formula r is equal to root of x square plus y square. Now substituting in equation number 1. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അല്ല cos theta is equal to minus 4 divided by r എന്ന് വരും. That is minus 4 divided by 8. That is minus 1 by 2. Or use the formula cos theta is equal to x by r. അപ്പോൾ minus 4 by 8 minus 1 by 2 എന്ന് കിട്ടും. Sin theta is equal to y by r. y എന്ന് പറയുന്നത് 4 root 3. 4 root 3 divided by 8. അപ്പോൾ 8ഉം കൂടെ കട്ട് ചെയ്തിട്ട് താഴെ ഒരു 2 വരും. അപ്പോൾ sin theta is equal to root 3 by 2. Now we have to find the argument theta. സെക്കൻഡ് ക്വാഡ്രന്റിൽ തീറ്റ എന്ന് പറയുന്നത് പൈ മൈനസ് ആൽഫയാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ പറയുമ്പോൾ കോസ് നെഗറ്റീവ് ആണ്, സൈൻ പോസിറ്റീവ് ആണ്. കോസ് നെഗറ്റീവും സൈൻ പോസിറ്റീവും വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ആർഗ്യുമെന്റ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലെ ആർഗ്യുമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഫോർമുല പഠിച്ചാണ് തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ആൽഫ. നൗ വി ഹാവ് ടു ഫൈൻഡ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. അതിന് കോസ് തീറ്റ 1/2ഉം സൈൻ തീറ്റ റൂട്ട് 3/2 വരുന്ന ആംഗിൾ അത് നമുക്കറിയാം 60 ഡിഗ്രി, പൈ ബൈ 3 ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു പൈ മൈനസ് പൈ ബൈ 3. സിംപ്ലിഫൈ LCM as 3. Therefore 3 pi minus pi, 2 pi divided by 3. Therefore the polar form of the complex number, write the formula is polar form of the complex number z is equal to r into in bracket cos theta plus I sin theta equal to 8 into cos of 2 pi by 3 plus I sin 2 pi by 3. Example 3. Represent the complex number z equal to minus 3 in the polar form.
-3നെ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ദ ഫോർമുല. പോളാർ ഫോം Z is equal to R into cos theta plus I sin theta. Take it as equation number 1. Now write the given complex number Z equal to -3. ഇത് എക്സ് പ്ലസ് ഐ വൈ ഫോമിലല്ല. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ് പ്ലസ് ഐ വൈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ -3 പ്ലസ് I0 എന്ന് എഴുതാം. Therefore എക്സ് is equal to R cos theta equal to -3. Y is equal to R sin theta equal to y എന്ന് പറയുന്നത് 0 ആണ്. And we know the formula R equal to root of x square plus y square equal to root of -3 square plus 0 square equal to root 9, that is equal to 3 എന്ന് വരും. Cos theta is equal to x by R equal to x is -3 divided by 3 equal to -1. Sin theta is equal to y by R. Y is 0. 0 divided by 3 equal to 0. അപ്പോൾ ഇവിടെ കോസ് വന്നിരിക്കുന്നത് നെഗറ്റീവും സൈൻ വന്നത് പോസിറ്റീവുമാണ്. അതായത് തീറ്റ എന്ന് പറയുന്ന ആംഗിള് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അതുപോലെ ഇവിടെ വൈ കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് നമുക്കറിയാം അത് എപ്പോഴും എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. എക്സ് ആക്സിസിലെ പോയിന്റ് ആണ് കോസ് തീറ്റ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ആണ്. കോസ് പൈ ആണ് -1 വരുന്നത്. അതുപോലെ സൈൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു പൈ എന്ന് കിട്ടും. Now substituting these values in equation number 1, polar form of Z is equal to R. R എന്ന് പറയുന്നത് 3 into cos pi plus I sin pi. Okay. Example 4. Represent the complex number Z equal to √3 plus I in the polar form. First of all, write the formula for polar form. Z equal to R into cos theta plus I sin theta. Equation number 1. Now x is equal to, x എന്താണ്, x എന്ന് പറയുന്നത് R cos theta equal to, ഇവിടെ x വാല്യൂ √3 ആണ്. റിയൽ പാർട്ട് √3. Z equal to √3 plus I. ഇത് I എന്നാണ്, സ്മോൾ ലെറ്റർ I ആണ് വരുന്നത്. അപ്പോൾ x is equal to R cos theta equal to √3. Y is equal to R sin theta. R sin y എന്ന് പറയുന്നത് iയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 1 into I ആണ് വരുന്നത്. Therefore R sin theta equal to 1. Now we know the formula R equal to root of x square plus y square equal to root of √3 square plus 1 square. √3 square 3. 3 plus 1 4. 4 under root 2. Also cos theta is equal to x by R. Therefore √3 divided by 2. Sin theta is equal to y by R equal to 1 by 2. ഇവിടെ കോസിൻ്റെ വാല്യൂം പോസിറ്റീവാണ്, സൈനിൻ്റെ വാല്യൂം പോസിറ്റീവാണ്. അതുകൊണ്ട് പോയിന്റ് ഏത് ക്വാഡ്രന്റിലായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും പോയിന്റ് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസിന് √3/2, സൈനിന് 1/2 വാല്യൂ വരുന്ന ആംഗിൾ നമുക്കറിയാം 30 ഡിഗ്രി. അതായത് തീറ്റ ഈക്വൽ ടു π/6. Substituting in equation number 1, polar form of Z is equal to R, that is 2 into cos of π/6 plus I sin π/6. Okay. Now quadratic equations. Quadratic equations solve ചെയ്യുന്നതിന് ഹൈസ്കൂൾ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. The general form of a quadratic equation is ax² plus bx plus c equal to 0. with the real coefficients a, b, c and a not equal to 0. x square coefficient ആണ് a, x coefficient b, constant m, c. ഇത് quadratic equation ആയതുകൊണ്ട് x square coefficient a not equal to 0 ആയിരിക്കണം. അപ്പോൾ എക്സിൽ വരുന്ന ഒരു quadratic equation ആണ്. ഇത് സോൾവ് ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പലതരത്തിലുള്ള സൊല്യൂഷൻസ്, ഈക്വൽ സൊല്യൂഷൻസ് വരുന്നതും 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് വരുന്നതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡിസ്ക്രിമിനൻ്റ് b² - 4ac ഈക്വൽ ടു 0 വരുന്ന കേസ്, b² - 4ac ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസ്, ഇത് രണ്ടും നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രിമിനൻ്റ് b² - 4ac ലെസ് ദാൻ 0 വരുന്ന കേസുകളാണ്. അന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
ഉണ്ടായിരുന്ന ബിഗ്ഗസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സും കൂടെ പഠിച്ചത് കൊണ്ട് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 വരുന്ന കേസുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനും സോൾവ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. The solution is given by x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a. Now that is equal to minus b plus or minus. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണ്. അതായത് നെഗറ്റീവ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ -4ac അതിനെ ഞാൻ ഫസ്റ്റ് ടേം ആക്കുന്നതിന് വേണ്ടിയിട്ട് റാഡിക്കൽ സൈനിൻ്റെ അകത്ത് തന്നെ ഒരു മൈനസ് സൈൻ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ minus b plus or minus root of minus of in bracket 4ac minus b square എന്ന് വരും. അതിൽ റൂട്ട് ഓഫ് -1 ഇൻറ്റു എ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1 ഇൻറ്റു റൂട്ട് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി എന്നാണ്. റൂട്ട് ഓഫ് -1 i ആണെന്നറിയാം. അപ്പോൾ ആ റൂട്ട് ഓഫ് -1 ഞാൻ i എന്ന് എഴുതി. റിമൈനിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4ac മൈനസ് ബി സ്ക്വയർ ആണ്. Therefore x is equal to minus b plus or minus root of 4ac minus b square into i whole divided by 2a. Okay. Note. A polynomial equation of degree n has n roots. ഒരു പോളിനോമിയൽ ഇക്വേഷൻ അതിന് ഡിഗ്രി n ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണെങ്കിൽ n റൂട്ടുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷനും 2 റൂട്ട്സ് മസ്റ്റായിട്ടും ഉണ്ടാവും. അപ്പോൾ 2 റൂട്ട്സിൽ ചിലപ്പോൾ 2 റൂട്ടുകളും ഈക്വൽ ആയിട്ട് വരാം, അല്ലെങ്കിൽ 2 റൂട്ടുകൾ ഡിഫറെൻ്റ് ആയിട്ടും വരാം. എക്സാമ്പിൾ 5. സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാകും. x square coefficient comparing with the general form of a quadratic equation, coefficient of x square is a. Here a equal to 1. Then b is the coefficient of x. Here coefficient of x is 1. b equal to 1. Then constant term ആണ് c. Here c is equal to 1. Now find b square minus 4ac equal to 1 square minus 4 into 1 into 1. a എന്ന് പറയുന്നത് 1 ആണ്, സിയും 1 ആണ്. 1 സ്ക്വയർ 1. 1 മൈനസ് 4 into 1 into 1 ഈക്വൽ ടു 4. അപ്പോൾ 1 മൈനസ് 4 ഈക്വൽ ടു -3. ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ the solution x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a. നമ്മൾ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷന് സൊല്യൂഷൻ കാണാൻ യൂസ് ചെയ്യുന്ന അതേ ഫോമിൽ തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ മൈനസ് ബി ദാറ്റ് ഈസ് -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് -3 ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ടൈം റൂട്ട് ഓഫ് -3 ആണ്. അപ്പം നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് ഓഫ് -1 ഇൻറ്റു 3 എന്ന് എഴുതാം. റൂട്ട് ഓഫ് -1 i ആണ്. അപ്പോൾ i ഇൻറ്റു √3 എന്നാവും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് √3i ഹോൾ ഡിവൈഡ് ബൈ 2. അതാണ് സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് -1 പ്ലസ് √3i ഡിവൈഡ് ബൈ 2 ആൻഡ് x is equal to -1 minus √3i divided by 2 എന്ന് വരും. ഓക്കെ. എക്സാമ്പിൾ 6. സോൾവ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇവിടെയും എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. കമ്പയറിംഗ് വിത്ത് ദി ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് a ഈക്വൽ ടു -1. coefficient of x that is equal to b equal to 1. Constant term that is c. Here c is equal to -2. Now find b square minus 4ac equal to b എന്ന് പറയുന്നത് 1. അപ്പോൾ 1 സ്ക്വയർ ഞാനിവിടെ 1 ഇട്ടപ്പോൾ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് -1 ഇൻറ്റു സി ദാറ്റ് ഈസ് -2 ഈക്വൽ ടു 1 സ്ക്വയർ ദാറ്റ് ഈസ് 1. 4 into -1 -4 -4 into -2 -8. Therefore 1 minus 8 equal to 1 minus 8 -7.
Therefore, the solution is x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a equal to minus 1 plus or minus b square minus 4ac നമ്മൾ കണ്ടുവച്ചത് minus 7 ആണ്. Therefore, root of minus 7 divided by 2 into a എന്ന് പറയുന്നത് minus 1. That is equal to minus 1 plus or minus, that is root of minus 7, that is root of minus 1 into 7. Root of minus 1 is I, then root 7. Therefore, minus 1 plus or minus root 7i divided by 2. Therefore, the solutions are x equal to minus 1 plus root 7 divided by I divided by minus 2, or and x is equal to minus 1 minus root 7i divided by minus 2. ഇതുപോലെ x equal to എന്നുള്ള ഈ സൊല്യൂഷൻ ഒന്നിച്ച് എഴുതിയാലും മതി, പ്ലസ് ഓർ മൈനസ് ഇട്ട് ഒരുമിച്ച് എഴുതിയാലും മതി. ഓക്കെ, നൗ സം അസൈൻമെന്റ്സ് ഫോർ യു. ഡു ഇറ്റ് യുവർ സെൽഫ്. താങ്ക് യു.